തൃശ്ശിവപേരൂരിൽ കലോത്സവം ഒന്നാം ദിനം. ആവേശത്തിൽ വേദികളെല്ലാം സജീവം. ആദ്യ ദിനം അവസാനത്തോടടുക്കുമ്പോൾ 130 പോയിന്റുകളുമായി കണ്ണൂരും കോഴിക്കോടും മുന്നേറുന്നു. 126 പോയിന്റുമായി ആതിഥേയരായ തൃശ്ശൂരാണ് തൊട്ടു പിന്നിൽ. 25 വേദികളിലും രണ്ടാമത്തെ ഇനം മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, കലോത്സവം ഒന്നാം ദിനം അങ്ങനെ ആവേശത്തിലാണ്. വേദികളെല്ലാം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? ഇപ്പോൾ 25 വേദികളിലും രണ്ടാമത്തെ ഇനം മത്സരങ്ങളാണല്ലോ പുരോഗമിക്കുന്നത്. പോയിന്റ് നില എങ്ങനെയാണ്? എത്രത്തോളം ആവേശകരമാണ്? തീർച്ചയായിട്ടും തൃശ്ശിവപേരൂരിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതിഗംഭീരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യ ദിനം ഏറ്റവും മനോഹരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്നാം വേദിക്ക് മുൻവശമാണ്. ഒന്നാം വേദിയായിട്ടുള്ള സൂര്യകാന്തിയിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ അവിടെ സംഘനൃത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ക്ലസ്റ്ററിൻ്റെ ഇടവേളയിലാണ് ഇപ്പോൾ ആ വേദി നിൽക്കുന്നത്. ഇപ്പോൾ പോയിന്റ് നിലകൾ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ഇന്നത്തെ ദിവസത്തെ ഏതാണ്ട് 3/4 ഭാഗത്തോളം 75% പരിപാടികൾ പൂർത്തിയായി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ആ പോയിന്റ് നിലയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കോഴിക്കോട് 140 പോയിന്റുമായി കോഴിക്കോടും കണ്ണൂരുമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂർ, ആതിഥേയരായിട്ടുള്ള തൃശ്ശൂർ 136 പോയിന്റുകളാണ്. നേരത്തെ ഞാൻ വിവരം നൽകുമ്പോൾ പോയിന്റ് നിലയിൽ ചെറിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ റിസൾട്ടുകൾ, മത്സരം പൂർത്തിയാക്കിയ മത്സരങ്ങളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. BSS ഗുരുകുലം, പാലക്കാട് BSS ഗുരുകുലം സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുന്നേറി നിൽക്കുന്നുണ്ട്. 38 പോയിന്റാണ് BSS ഗുരുകുലത്തിന് നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് 20 പോയിന്റും, അതുപോലെ തന്നെ സെൻറ്റ് തെരേസസ് AIHSS കണ്ണൂരിൽ നിന്നുള്ള സ്കൂൾ 20 പോയിന്റും നേടിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏതാണ്ട് മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല. മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട മത്സരങ്ങൾ കൂടി, അവസാന ക്ലസ്റ്ററുകൾ മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ആ മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആരാണ് ആദ്യ ദിവസം മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും പക്ഷേ സ്വർണ്ണക്കിരീടത്തിലേക്ക് അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പിലേക്ക് ആരെത്തുമെന്നുള്ള കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ആദ്യ ദിവസം തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഈ തുല്യമായിട്ടുള്ള പോയിന്റുകളുമായി കണ്ണൂരും കോഴിക്കോടും മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ സ്വർണ്ണക്കപ്പ് നേടിയ തൃശ്ശൂർ തൊട്ടുപുറകിലുണ്ട്. നാളെ അടക്കം ഏറ്റവും അതാത് ജില്ലകൾക്ക് കൂടുതൽ സ്കോറുകൾ നേടാൻ കഴിയുന്ന തരത്തിലുള്ള മത്സര ഇനങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ വലിയ മത്സരം കാഴ്ചവെക്കുമ്പോൾ അവരെല്ലാം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരും. ചില അപ്രതീക്ഷിത മുന്നേറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കലോത്സവ നഗരി അത്യുഗ്രനായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 വേദികളും ഇന്ന് സജീവമായിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം ഏതാണ്ട് ചില വേദികളെങ്കിലും ഏതാണ്ട് 1 മണിക്കൂർ സമയം വൈകിയാണ് പരിപാടികൾ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി രണ്ടാം ഘട്ട മത്സരങ്ങൾ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള മത്സരങ്ങൾ തുടങ്ങാൻ വൈകി. പക്ഷേ ഇപ്പോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു പക്ഷേ ആ വൈകൽ ബാധിക്കുമോ എന്ന് തന്നെ അറിയാം. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി മത്സരങ്ങളേറെ വൈകിയും തുടരുന്നത് വലിയ കാഴ്ചയായി തുടരാറില്ല. പക്ഷേ ഇപ്പോൾ ഈ കലോത്സവ വേദിയിലും അങ്ങനെ തന്നെ സമയക്രമീകരണം പാലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും എല്ലാ വേദികളും സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുറകിലുള്ള വേദി ഒന്നിൽ സംഘനൃത്തമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ ഇനങ്ങളാണ്. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളും അതുപോലെ തന്നെ പൈതൃകമായി ബന്ധപ്പെട്ടും പഴയ കഥകളും പുതിയ കഥകളും പുതിയ കാലത്തിൻ്റെ കഥകളും വർത്തമാനങ്ങളുമെല്ലാം നൃത്തരൂപത്തിൽ ചടുലമായ നൃത്ത ചുവടുകളോടെയും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള വേഷവിധാനങ്ങളോടെയും അവതരിപ്പിക്കുന്ന ഒന്നാണ് സംഘനൃത്തം. അത്തരത്തിലുള്ള അവിടെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ഇതാ ഒരു മത്സരാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഏത് മത്സരമാണ്? കന്നഡ റെസിസ്റ്റേഷനിൽ ഇപ്പോൾ എന്താണ് എ ഗ്രേഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. തിരുവനന്തപുരത്ത് നിന്നാണ്. എങ്ങനെയാണ് കന്നഡ അതിലേക്കൊക്കെ പറ്റാൻ പറ്റിയത്? അത് ഞാൻ 4 വർഷം കർണാടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ കോവിഡ് ആയപ്പോൾ സ്റ്റോപ്പായി. പിന്നീട് ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു കഫ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. നമുക്ക് പ്രേക്ഷകർക്ക് എന്താണെന്ന് പാട് ഈ കവിത പാട്.
അരിയനെ ഗാംഗേയനോ ತಾನರಿಯದವನೇ ದ್ರೋಣ ಕುಲದಲ್ಲಿ ಕೊರದೆಯೆಂದೆನಿಸುವ ಕರ್ಣನೆಂಬವ ನೆನಗೆ ಸಮಬಲನೇ ಬರಿಯ ಬಯಲಾಡಂಬರದಿ ಬರಿತುರುವ ಹಿಡಿದೊಡೆ ತನ್ನ ಹೆಂಡಿರ ಸಿರೆಯ ತಾರದೆ ಮಾಣೆನು ಎಂದನು ನಾರಿಯರ ಮುಂದೆ തിരുവനന്തപുരത്ത് നിന്നുള്ള ലക്ഷ്മിക അല്ലേ? എന്തായാലും കൺഗ്രാലേഷൻസ്. അപ്പോൾ ഇങ്ങനെ വിവിധ കലാപ്രതിഭകൾ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള വിവിധ ഇനം മത്സരങ്ങളിൽ ഇവിടെ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രകടനങ്ങൾ കൊണ്ട് അവർ ഈ കലോത്സവ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിഗംഭീരമാക്കുകയാണ്. വേദികൾ എല്ലാം തന്നെ സജീവമായി പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരി മിഥുൻ, എന്തായാലും തൃശ്ശിവപ്പേരൂരിൽ കലോത്സവം അങ്ങനെ 1ാം ദിനം ആവേശത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. വേദികളെല്ലാം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യ ദിനം അവസാനത്തോട് അടുക്കുകയാണ്. പോയിന്റ് നിലയിൽ മാറി മറിയുന്ന വ്യതിയാനങ്ങളാണ് വരുന്നത്. മിഥുൻ അയ്യപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.